ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീട്ടിൽ കുറച്ച് കോഴിപ്പാട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടൊന്ന് കറി വെക്കാമെന്ന് കരുതിയിട്ടോ. എപ്പോഴും നമ്മൾ തയ്യാറൊക്കെ ഇങ്ങനെ ഫ്രൈ പോലെയല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊന്ന് കറി ആയിട്ട് വെക്കാമെന്ന് കരുതിയേ. അപ്പോൾ അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാനിങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുക്കറിലാണ് വെക്കുന്നത്. കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് കഴിയും, എളുപ്പമാണ്. വരട്ടിയെടുക്കുന്ന സമയത്താണ് നമുക്ക് ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടിയെടുക്കേണ്ട ആവശ്യം. കറി ആവുന്ന സമയത്ത് കുക്കറിൽ വെക്കുന്നതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി, പച്ചമുളകും, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ചെറിയുള്ളി ഇത്രയും ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള പാർട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടേക്കുള്ളിലേക്കൊക്കെ ചിന്നമുട്ട എന്ന് പറയും, അത് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെയൊക്കെ വെക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വേവുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 വിസിൽ വരുന്നത് വരെ വെക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചിന്നമുട്ടയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിന്നമുട്ടയും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ചിന്നമുട്ടയ്ക്ക് അത്ര വേവൊന്നുമില്ല, അപ്പോൾ ഒരു വിസിലൊക്കെ വരുന്ന വരെ വെക്കുന്നുള്ളൂ. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.